Good afternoon. Good afternoon. Good afternoon, Miss. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ പറയുന്നത്? കേൾക്കാൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഇഷ്യൂ ഒക്കെ കഴിഞ്ഞോ? വിഷു ഒക്കെ ആഘോഷിച്ചോ? ഓ, ആഘോഷിച്ചു. ഓക്കെ. ഇന്നലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? ഒഴിവായിരുന്നില്ലേ? ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുറച്ച് പകുതി നിർത്തിയേക്കുമായിരുന്നു അല്ലെ? എൻഡോക്രൈൻ സിസ്റ്റം അല്ലേ പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഹോർമോണുകളും ചേർന്നിട്ടുള്ള ഒരു അവയവ വ്യവസ്ഥയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്രവങ്ങളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോൺസ്. അപ്പൊ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുഴലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തി വിടുന്നത് കൊണ്ടാണ് അവയെ എൻഡോക്രൈൻ സിസ്റ്റം അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ. അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തി വിടുന്ന ഗ്രന്ഥികളായതുകൊണ്ടാണ് അവയെ അന്തസ്രാവി ഗ്രന്ഥികള് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിനെന്താണ് നമ്മൾ പറയുന്നത്? നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അന്തസ്രാവി ഗ്രന്ഥികളെയാണ് നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിന് നമ്മള് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറഞ്ഞായിരുന്നു. പിന്നെ അടുത്ത ഹൈപ്പോതലാമസ് പറഞ്ഞു, തൈറോയിഡ് ഗ്ലാൻഡ് പറഞ്ഞു, തൈമസ് ഗ്ലാൻഡ്. അങ്ങനെ 4 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 4 പറഞ്ഞത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മള് ഇനി നോക്കുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ എന്ന് എഴുതി വെച്ചോ കേട്ടോ. പാരാതോർമോൺ. ആദ്യം ഗ്ലാൻഡ് ഒന്ന് എഴുതാം. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് എഴുതാം. പാരാതൈറോയിഡ് ഗ്രന്ഥി ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് എഴുതാം പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ. PARATHORMONE. പാരാതോർമോൺ. അപ്പൊ പാരാതൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം അല്ലെ? അതുമായിട്ട് സാമ്യമുണ്ട്. പാരാതൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ. PARATHORMONE. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിന്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാകാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് പാരാതോർമോൺ. നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യം ലെവല് കുറഞ്ഞു പോവുകയാണെങ്കിൽ, കാൽസ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ കാൽസ്യത്തിന്റെ അളവ് ഉയർത്തി സാധാരണ നോർമൽ ലെവലിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് പാരാതോർമോൺ. പാരാതോർമോൺ. ഇത് അസ്ഥികളില് കാൽസ്യം സംഭരിക്കുന്നതിന് തടയുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ. 3ാമത്തെ പോയിന്റാ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ.
മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ അത് ഉയർത്തി, കാൽസ്യത്തിന്റെ തോത് ഉയർത്തി നോർമൽ ലെവലിലേക്ക് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് പാരാതെർമോൺ. അസ്ഥികളില് നാലാമത്തെ പോയിന്റ് ആണ്, അസ്ഥികളില് കാൽസ്യം സംഭരിക്കുന്നത്, അധികമായിട്ട് കാൽസ്യം സ്റ്റോർ ചെയ്യുന്നത് തടയുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ. നോക്കിയേ, രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ. രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ, നമ്മുടെ ബ്ലഡില് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് പാരാതെർമോൺ. പാരാതെർമോണിന്റെ അഭാവത്തില് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ടെക്ടനി. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പാരാതെർമോണിന്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ കുറെ ഉണ്ട്. അതിനകത്ത് പാരാതെർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ്, അതിന്റെ ഹോർമോൺ പാരാതെർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്, അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ടെക്ടനി എന്ന് പറയുന്നത്. ഇത് എന്തിനെ ബാധിക്കുന്ന രോഗമാണ് ടെക്ടനി? ഏത് ഭാഗത്തെ ബാധിക്കുന്നത്? നമ്മുടെ പേശികളെ, മസിൽസിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് കേട്ടോ. ഇൻവോളണ്ടറി കൺട്രാക്ഷൻ ഓഫ് മസിൽസ്, അതാണ് ടെക്ടനി എന്ന് പറയുന്നത്. നമ്മുടെ പേശികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ മസിലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടെക്ടനി. പാരാതെർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ടെക്ടനി. ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഹൈപ്പർ കാൽസ്മിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പാരാതെർമോൺ ആണ്. ഹൈപ്പർ കാൽസ്മിക് ഹോർമോൺ, ഹൈപ്പർ കാൽസ്മിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പാരാതെർമോൺ. ഹൈപ്പർ കാൽസ്മിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പാരാതെർമോൺ ആണ്. ഇത്രയാണ് അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗത്ത് വന്നേക്കുന്നത്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്നു. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഈ കാൽസ്യത്തിന്റെ അളവ് ഉയർത്തി ആ നോർമൽ സ്റ്റേജിലേക്ക് വരുത്താൻ സഹായിക്കുന്ന ഹോർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ. പാരാതെർമോണിന്റെ അഭാവത്തിൽ, അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ടെക്ടനി. ഇത് മസിലുകളെ, പേശികളെ ബാധിക്കുന്ന രോഗമാണ്. ഹൈപ്പർ കാൽസ്മിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പാരാതെർമോൺ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ, ADRENAL, അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്രന്ഥി. ഇത് അഡ്രിനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് വൃക്കയുടെ, നമ്മുടെ വൃക്കയുടെ മുകളില് തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. വൃക്കയുടെ മുകളില് തൊപ്പി പോലെ കാണപ്പെടുന്നതാണ്. സ്മോൾ ട്രയാങ്കുലർ, അതാണ് തൊപ്പി പോലെ എന്ന് പറയുന്ന കാര്യം. ട്രയാങ്കിൾ ഷേപ്പ് ആണ്. സ്മോൾ ട്രയാങ്കുലർ ഷേപ്പ് ഗ്ലാൻസ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബോത്ത് കിഡ്നി, ടോപ്പ് ഓഫ് ബോത്ത് കിഡ്നി. കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ ഈ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. അതുകൊണ്ട് അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. സൂപ്രാ റീനൽ ഗ്ലാൻഡ്, സൂപ്രാ റീനൽ ഗ്ലാൻഡ്, അതിവൃക്ക ഗ്രന്ഥി. ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന അഡ്രിനൽ ഗ്രന്ഥിയാണ്, അഡ്രിനൽ ഗ്ലാൻഡ് ആണ് സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്, അതിവൃക്ക ഗ്രന്ഥി. ഇനി ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറമേയുള്ള ഭാഗം, പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. ഇതാണ് കോർട്ടെക്സ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറമേയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് കോർട്ടെക്സ്. അതിന്റെ ഉൾഭാഗത്തിനാണ് മെഡുല എന്ന് പറയുന്നത്. കോർട്ടെക്സ്, മെഡുല. അപ്പൊ അഡ്രിനൽ ഗ്രന്ഥിയുടെ
പുറം ഭാഗം അറിയപ്പെടുന്നതാണ് കോർട്ടെക്സ്. അതിന്റെ ഉൾഭാഗത്താണ് മെഡുല. മെഡുല, MEDULLA, മെഡുല. ഓക്കെ. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി അതിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം കോർട്ടെക്സ് എന്നും ഉൾഭാഗം മെഡുല എന്നും അറിയപ്പെടുന്നു. കോർട്ടെക്സ്, മെഡുല. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പറയുന്നത് പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയതായിട്ട് വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നു. അതിവൃക്ക ഗ്രന്ഥി അല്ലെങ്കിൽ സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. പുറം ഭാഗം കോർട്ടെക്സ്, ഉൾഭാഗം മെഡുല എന്നും അറിയപ്പെടുന്നു. ഇനി നോക്കാം. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ, ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ്. CORTICOIDS, കോർട്ടിക്കോയിഡ്സ്. ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ്, പുറം ഭാഗം അതിന്റെ കോർട്ടെക്സ്. ഈ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോണുകളെ പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പറയാം. കോർട്ടെക്സ്, കോർട്ടിക്കോയിഡ്സ്. കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിക്കോയിഡ്സുകൾ. ഇനി നോക്കാം. 3 തരത്തിലുള്ള കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. 3 തരത്തിലുള്ള കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ. Glucocorticoids. Glucocorticoids. GLUCO corticoids. CORTICOIDS. Glucocorticoids. രണ്ടാമത്തെയാണ് മിനറലോകോർട്ടിക്കോയിഡ്സ്. മിനറലോകോർട്ടിക്കോയിഡ്സ്. MINERALO. മിനറലോ കോർട്ടിക്കോയിഡ്സ്. മൂന്നാമത്തെയാണ് സെക്സ് ഹോർമോൺ. സെക്സ് ഹോർമോൺ. സെക്സ് ഹോർമോൺ. അപ്പൊ 3 തരം കോർട്ടിക്കോയിഡ്സ് ഏതൊക്കെയാ? 3 തരത്തിലുള്ള കോർട്ടിക്കോയിഡ്സ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, സെക്സ് ഹോർമോൺ. സെക്സ് ഹോർമോൺസ്. അങ്ങനെ 3 തരത്തിലുള്ള കോർട്ടിക്കോയിഡ്സ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, സെക്സ് ഹോർമോൺസ്. ഇനി നമുക്ക് ഓരോന്നും കൂടി നോക്കാം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉദാഹരണമാണ് കോർട്ടിസോൾ. അതിന്റെ നേരെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് ഉദാഹരണമാണ് കോർട്ടിസോൺ. CORTISONE. കോർട്ടിസോൺ. കോർട്ടിസോൺ. രണ്ടാമത്തെയാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ. CORTISOL. കോർട്ടിസോൾ. കോർട്ടിസോൾ. മൂന്നാമത്തെയാണ് കോർട്ടിക്കോസ്റ്റീറോൺ. കോർട്ടിക്കോസ്റ്റീറോൺ. CORTICO. കോർട്ടിക്കോസ്റ്റീറോൺ. STERON. 3 തരത്തിലുള്ള കോർട്ടിക്കോയിഡ്സ് ആണ്. കോർട്ടിസോൾ, കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റീറോൺ. ഓക്കെ. കോർട്ടിക്കോയിഡ്സ് 3 തരത്തിലുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, സെക്സ് ഹോർമോൺസ്. അതിൽ ഫസ്റ്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്നത്. കോർട്ടിസോണ്, കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റീറോൺ. കോർട്ടിക്കോസ്റ്റീറോൺ. ഇനി നോക്കിയേ, നമ്മൾ മത്സ്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയിലുള്ള ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ. ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. CORTISOL. കോർട്ടിസോൾ.
ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. കോർട്ടിസോൾ. അതുപോലെ തന്നെ ശരീരത്തിലെ വീക്കം, അതുപോലെ എന്തെങ്കിലും അലർജി എന്നിവയൊക്കെ ഇല്ലാതാക്കാൻ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ മന്ദീഭവിക്കൽ എന്നിവയ്ക്കൊക്കെ കാരണമായിട്ടുള്ള ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പൊ ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ശരീരത്തിലെ എന്തെങ്കിലും വീക്കം, അലർജി എന്നിവയൊക്കെ ഇല്ലാതാക്കാന്, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മന്ദീഭവിക്കൽ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്ന ഹോർമോണാണ് കോർട്ടിസോള്. ഇനി ഇത് നോക്കണം. കോർട്ടിസോളിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ആണ് അഡിസൺസ് ഡിസീസ്. അഡിസൺസ്, ADDISONS, അഡിസൺസ്. കോർട്ടിസോളിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അഡിസൺ ഡിസീസ്. ഇസ് എ ഡിസീസ് ഓൾസോ കോൾഡ് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഡിസീസ് എന്ന് പറയും. ഇവിടെ നോക്കാം. കോർട്ടിസോളിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് ഡിസീസ്. ADDISONS, അഡിസൺസ് ഡിസീസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, അഡിസൺ ഡിസീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഡിസീസ്. അഡ്രിനൽ, ADRENAL, അഡ്രിനൽ ഇൻസഫിഷ്യൻസി, INSUFFICIENCY, അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഡിസീസ് എന്നും അഡിസൺ ഡിസീസ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ഏതാ? കോർട്ടിസോളിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ഏതാ? അഡിസൺസ് ഡിസീസ്. ഇനി കോർട്ടിസോളിന്റെ ഓവർ പ്രൊഡക്ഷൻ, ടു മച്ച് ഓഫ് കോർട്ടിസോൾ ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ധാരാളം കോർട്ടിസോൾ ഉണ്ടാകുവാണ്, അല്ലെങ്കിൽ കോർട്ടിസോളിന്റെ അധിക ഉൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കുഷ്യൻ സിൻഡ്രോം. കുഷ്യൻ സിൻഡ്രോം, CUSHING, കുഷ്യൻ സിൻഡ്രോം. കുഷ്യൻ സിൻഡ്രോം. ഓക്കെ, അപ്പൊ നമ്മൾ കോർട്ടിസോൾ, കോർട്ടിക്കോയിഡ്സ് പറഞ്ഞു. അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ഹോർമോൺ കോർട്ടിസോൾ, കോർട്ടിസോള്, സ്റ്റീറോൾ 3 പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ആണ് മിനറലോ കോർട്ടിക്കോയിഡ്സ്. മിനറലോ കോർട്ടിക്കോയിഡ്സ്. മിനറലോ കോർട്ടിക്കോയിഡ്സ്. മിനറലോ കോർട്ടിക്കോയിഡ്സ്. മിനറലോ കോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോൺസിന് ഉദാഹരണമാണ് ആൽഡോസ്റ്റീറോൾ. 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 മിനറലോ കോർട്ടിക്കോയിഡ്സിന് ഉദാഹരണം ആൽഡോസ്റ്റീറോൾ. ALDOSTERONE, ആൽഡോസ്റ്റീറോൾ. ഓക്കെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിൾസ് ഏതാ നമ്മൾ പറഞ്ഞേ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് 3 പറഞ്ഞല്ലോ. കോർട്ടിസോൾ, കോർട്ടിസോൺ, കോർട്ടിക്കോസ്റ്റീറോൺ. കോർട്ടിസോൾ, കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റീറോൺ. ഈ മിനറലോ കോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിൾ ഉദാഹരണമാണ് ആൽഡോസ്റ്റീറോൺ. 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 ALDOSTERONE, ആൽഡോസ്റ്റീറോൺ. ഈ നമ്മുടെ മനുഷ്യശരീരത്തിലുള്ള രക്തസമ്മർദ്ദം, റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റീറോൺ. ഇത് നോട്ട് ചെയ്ത് പഠിക്കണം. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റീറോൺ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റീറോൺ. ഇതൊരു മിനറലോ കോർട്ടിക്കോയിഡ്സ് ആണ്. മിനറലോ കോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റീറോൺ. നമ്മുടെ ശരീരത്തിലുള്ള രക്തസമ്മർദ്ദം
ബ്ലഡ് പ്രഷർ, റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ. ഈ ആൽഡോസ്റ്റിറോണ് നമ്മുടെ വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ലവണ ജലം സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ശരീരത്തിന്റെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ. റെഗുലേറ്റ് ദ സോൾട്ട് ആൻഡ് വാട്ടർ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. ബ്ലഡ് പ്രഷർ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ. ഇനി ഈ ആൽഡോസ്റ്റിറോണിന്റെ അമിതോൽപാദനം മൂലം എക്സസൈസ് ടു മച്ച് ഓഫ് ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ, ആൽഡോസ്റ്റിറോണിന്റെ അമിതോൽപാദനം അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കോൺ സിൻഡ്രോം. കോൺസ് CONN'(S) കോൺസ് CONN'(S) കോൺ സിൻഡ്രോം. ആൽഡോസ്റ്റിറോണിന്റെ അമിതോൽപാദനം അല്ലെങ്കിൽ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോൺ സിൻഡ്രോം. കോൺസ് CONN'(S). അപ്പൊ അങ്ങനെ കോൺടെക്സ്റ്റിൽ പറഞ്ഞു. ഇനി അടുത്തത് മെഡുല. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ആണ് അഡ്രിനാലിൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നതാണ് മെഡുല എന്നറിയപ്പെടുന്നു. ഈ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. രണ്ടെണ്ണം ഉണ്ട്, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ADRENALIN അഡ്രിനാലിൻ. ADRENALIN അഡ്രിനാലിൻ. അടുത്തത് നോർ അഡ്രിനാലിൻ NORADRENALIN നോർ അഡ്രിനാലിൻ. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇനി നോക്കാം എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടിയന്തര സാഹചര്യങ്ങളില് നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് ശരീരത്തിനെ അല്ലെങ്കിൽ അതിനെ ഡിഫൻസ് ചെയ്യാൻ, പോരാടാനോ അല്ലെങ്കിൽ അതിനെ പിന്തിരിയാനോ സജ്ജമാക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അതുകൊണ്ട് അഡ്രിനാലിനെ അടിയന്തര ഹോർമോൺ, എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നു. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ്. അഡ്രിനാലിൻ അറിയപ്പെടുന്ന മറ്റു പേരാണ് എപ്പിനെഫ്രിൻ എന്നറിയപ്പെടുന്നു. അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, EPINEPHRIN, എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങളില് സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്നിട്ട് നമ്മുടെ ശരീരത്തെ പോരാടാനോ അല്ലെങ്കിൽ പിന്തിരിക്കാനോ ഉള്ള സജ്ജമാക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. ഓക്കെ, അത് എമർജൻസി ഹോർമോൺ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം, ഭയം ഉണ്ടാകുന്ന അവസരം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ട് നമ്മൾ പെട്ടെന്ന് പേടിക്കൂലേ? അപ്പൊ അങ്ങനെ ആ ഭയം ഉണ്ടാകുന്ന ഒരു അവസരങ്ങളില് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അത് നോക്കണം കേട്ടോ. എമർജൻസി ഹോർമോൺ ആണ്, അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു വസ്തു എന്തെങ്കിലും പെട്ടെന്ന് കണ്ട് നമ്മൾ പേടിച്ചു, അപ്പൊ നമ്മുടെ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഭയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളില് ഈ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ ആണ്. അപ്പൊ അടിയന്തര ഹോർമോൺ അഡ്രിനാലിനും, അടുത്തത് സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. സർജിക്കൽ ഹോർമോൺ, അത് രണ്ടും മാറിപ്പോരുത്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിനും സർജിക്കൽ ഹോർമോണ് നോർ അഡ്രിനാലിനുമാണ്. ഇനി അടുത്തതാണ്, ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നോക്കാം
നമ്മുടെ സെക്ഷൽ ഓർഗൻസ്, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, സെക്സ് ഓർഗൻസിന്റെ ഒക്കെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനവും ഒക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് GTH എന്ന് പറഞ്ഞു. അത് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ് GTH. GONADO ഗൊണാഡോട്രോപിക് TROPHI ട്രോപിക് ഹോർമോൺസ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ GTH. ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. ഓക്കെ, GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനവും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. ഇനി നമ്മുടെ ഫീമെയിൽസില് ഈ അണ്ഡാശയങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. ഇത് നോക്കണം കേട്ടോ. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ. ESTROGEN ഈസ്ട്രജൻ. ഈസ്ട്രജൻ ESTROGEN ഈസ്ട്രജൻ. അടുത്തത് പ്രൊജസ്റ്റിറോൺ PROGESTERONE പ്രൊജസ്റ്റിറോൺ. ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ. നോക്കാം, സ്ത്രീകളില് ലൈംഗിക വളർച്ച, പിന്നെ അതുപോലെ മെൻസ്ട്രേഷൻ, ആർത്തവ ചക്രം, മെൻസ്ട്രേഷൻ സൈക്കിള്, പിന്നെ അതുപോലെ തന്നെ അണ്ഡോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ. സെക്സ് ഗ്രോത്ത്, പിന്നെ അതുപോലെ മെൻസ്ട്രേഷൻ സൈക്കിള്, നമ്മള് ഓവുലേഷൻ, അണ്ഡോൽപാദനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഈസ്ട്രജൻ. സ്ത്രീകളില് നമ്മൾ രണ്ട് ഹോർമോണാ പറയുന്നത്. അണ്ഡാശയങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. അതിൽ ഈസ്ട്രജൻ സ്ത്രീകളുടെ ലൈംഗിക വളർച്ച, അതുപോലെ മെൻസ്ട്രേഷൻ സൈക്കിള്, അണ്ഡോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ. ഇനി രണ്ടാമത്തെ പ്രൊജസ്റ്റിറോൺ പറഞ്ഞു. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. ഉണ്ടാകുന്ന എംബ്രിയോ, ആ ഭ്രൂണത്തെ ഗർഭാശയത്തില് ഉറപ്പിച്ച് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. ഇനി മെയിൽസില് വൃഷണങ്ങൾ, ഒരു ടെക്സ്റ്റൈൽസ് വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. TESTOSTERONE ടെസ്റ്റോസ്റ്റിറോൺ. വൃഷണങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബീജോത്പാദനം, സ്പേംസിന്റെ പ്രൊഡക്ഷൻ, ബീജോത്പാദനം, അതുപോലെ അവർക്കൊരു ഏജ് കഴിയുമ്പോൾ നമുക്ക് സൗണ്ടിന് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. കുട്ടിത്തെ മാറി അവർക്കുടെ ഒരു ഇതിനകത്തിട്ട് വരുമ്പോഴത്തേക്കും ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകുന്ന സൗണ്ടിലുണ്ടാകുന്ന വേരിയേഷൻസ്, പിന്നെ അതുപോലെ ഹെയർസ് ഒക്കെ വരും, മീശയൊക്കെ വരാൻ തുടങ്ങൂലേ, അങ്ങനെയുള്ള ഹെയർസ്, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച തുടങ്ങിയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ.
ടെസ്റ്റിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് പേര് കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ടെസ്റ്റിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിലെ ബീജോത്പാദനം, ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച തുടങ്ങിയവയ്ക്ക് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. സ്ത്രീകളിലെ നമ്മൾ രണ്ടാൾ പറഞ്ഞു, ഈസ്ട്രോജനും പറഞ്ഞു, പ്രൊജസ്റ്ററോണും പറഞ്ഞു. ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നു? ലൈംഗിക വളർച്ച, മെൻസ്ട്രേഷൻ സൈക്കിള്, ഓവുലേഷൻ, ബീജാണ്ടോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രോജൻ. ഭ്രൂണത്തെ ഗർഭാശയത്തില് നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോണും. ഇനി മെയിൽസിന്റെ എല്ലാം നമ്മൾ പറഞ്ഞു പ്രശ്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇത് പുരുഷന്മാരിലുണ്ടാകുന്ന ബീജോത്പാദനം, പിന്നെ അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ശബ്ദമാറ്റം, ആ സൗണ്ടിന് ഒരു ബാസ് ഒക്കെ വന്ന ആ സൗണ്ട് വേരിയേഷൻ ഉണ്ടാകും. ഇതിനുള്ള ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച തുടങ്ങിയ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇത്രയാണ് നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി, വേഗം ഒന്ന് ഓടിച്ചു നോക്കി. എന്നിട്ട് നെക്സ്റ്റ് ഗ്ലാൻഡ് നമുക്ക് നോക്കാം. ഓക്കെയാ? ഇനി ലാസ്റ്റ് നമ്മൾ ഏത് ഗ്ലാൻഡല്ലേ പറഞ്ഞു, എൻഡോക്രൈൻ ഗ്ലാൻഡില് ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളത് അത് പീനിയൽ ഗ്രന്ഥി. PINEAL, പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്രന്ഥി ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്രന്ഥി. is situated on the middle of the human brain. നമ്മുടെ ബ്രെയിനിന്റെ നടുക്കായിട്ട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ഗ്ലാൻഡ് ആണ് ഈ പീനിയൽ ഗ്രന്ഥി, പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിന് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ ക്ലോക്ക്, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ്. ബയോളജിക്കൽ ക്ലോക്ക്, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. ഇത് എവിടെ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന? ബ്രെയിനിന്റെ മിഡിലായിട്ട്, മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ്. അത് എന്താ അറിയപ്പെടുന്ന? ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഇനി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ, സെറാട്ടോണിൻ, മെലാറ്റോണിൻ, MELATONIN, മെലാറ്റോണിനും സെറാട്ടോണിനും. സെറാട്ടോണിൻ, SEROTONIN, സെറാട്ടോണിൻ, മെലാറ്റോണിൻ, സെറാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിനും സെറാട്ടോണിനും. ഓക്കെ, ഇപ്പൊ നമ്മള് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞു. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞു. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ. അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക്, ജൈവഘടകം, നമ്മൾ ക്ലോക്ക് നോക്കിയിട്ടുള്ള നമ്മൾ ഓരോ കാര്യങ്ങളും ഇത് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ടൈം അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പീനിയൽ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ രണ്ടെണ്ണം, മെലാറ്റോണിൻ, സെറാട്ടോണിൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ചോദിച്ച പീനിയൽ
ഗ്ലാൻഡ് ചെയ്ത പീനിയൽ ഗ്രന്ഥിയാണ് ബയോളജിക്കൽ ക്ലോക്ക്. പീനിയൽ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മെലാട്ടോണിൻ, സെറാട്ടോണിൻ. ഈ മെലാട്ടോണിൻ എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഒരു ഹോർമോൺ ആണ് മെലാട്ടോണിൻ. പിന്നെ അതുകൂടാതെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ. പ്രൊമോട്ട് സ്ലീപ്പ്. നമ്മള് ഉറങ്ങാനായിട്ട് ചില ആൾക്കാർ പറയും ഉറക്കമൊന്നും ഇല്ലാന്ന്. അപ്പൊ അവർക്ക് എന്താ, മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറവാണ്, അതാണ് ഉറക്കം കുറയാൻ കാര്യം. നമുക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് മെലാട്ടോണിൻ. എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ കിട്ടുന്നില്ലേ? നന്നായിട്ട് ഉറങ്ങുന്നില്ലേ? ഇല്ലേ? ഉറക്കം കുറവാണോ? ഉറങ്ങുന്നുണ്ട്. സജിത്ത് രാജ് ഇവിടെ റിപ്ലൈ ചെയ്തേണ്ട യെസ്. നിമിഷയൊക്കെ പറഞ്ഞേണ്ട ഉറക്കമുണ്ടെന്ന്. അപ്പൊ എന്തായാലും അപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല, മെലാട്ടോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ. പ്രൊമോട്ട് സ്ലീപ്പ്, നമ്മൾ ഉറക്കത്തിന് സഹായിക്കുന്ന. അപ്പൊ ഈ ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നത്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണും മെലാട്ടോണിൻ തന്നെയാണ്, മെലാട്ടോണിൻ. ഇനി അടുത്തത് കൃത്യമായിട്ട് ഒരു പ്രജനന കാലഘട്ടമുള്ള ജീവികളില് ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ഇന്ന അളവില് നമ്മൾ ഓരോ കറക്റ്റ് ഡ്യൂറേഷനിൽ ഉള്ള കൃത്യമായിട്ടുള്ള ലൈംഗിക പ്രജനനമുള്ള കാലഘട്ടമുള്ള ജീവികളില് ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് മെലാട്ടോണിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്രന്ഥി. അത് നമ്മൾ എഴുതി വെച്ചായിരുന്നല്ലോ, ആദ്യം തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഏറ്റവും ചെറിയ ഗ്ലാൻഡ് പീനിയൽ ഗ്രന്ഥിയാണ്. സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതി വെച്ചില്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയായിരുന്നല്ലോ, എഴുതിയില്ലേ? എഴുതി വെച്ചായിരുന്നു. ഏറ്റവും ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഏറ്റവും വലുത് ഏതാ പറഞ്ഞേ? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാ? തൈറോയിഡ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്രന്ഥി. അത് നോക്കണം കേട്ടോ, സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇനി മനുഷ്യ ശരീരത്തിലെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറാട്ടോണിൻ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മെലാട്ടോണിനും സെറാട്ടോണിനും. അപ്പൊ ഈ സെറാട്ടോണിൻ എന്ന് പറയുന്നത് മനുഷ്യരിലെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറാട്ടോണിൻ. ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂഡ് റെഗുലേഷൻ. It can be reduce the feeling of depression and increase the feeling of joy or happiness. നോക്കണ്ട, ഇതിനകത്ത് എന്താ, വൈകാരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറാട്ടോണിൻ. SEROTONIN, സെറാട്ടോണിൻ. അപ്പൊ ഇത് നോക്കണം കേട്ടോ. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ മെലാട്ടോണിൻ, സെറാട്ടോണിൻ. ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് നമുക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. ഇത്രയാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ 7 ഗ്ലാൻഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ വരുന്നതാണ്. അത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, പെട്ടെന്നൊന്ന് നോക്കി നമുക്ക് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ ഒരുമിച്ചൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. ആദംസ് ആപ്പിൾ ഏതായിരുന്നു? ആദംസ് ആപ്പിൾ തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ, ആദംസ് ആപ്പിൾ തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ തൈറോയിഡ് ഗ്രന്ഥി. നായക ഗ്രന്ഥി ഏതായിരുന്നു? പീയൂഷ ഗ്രന്ഥി. ഓക്കെ, വെരി ഗുഡ്. പീയൂഷ ഗ്രന്ഥി. വളർച്ചാ ഗ്രന്ഥി അതേതാ? ഗ്രോത്തിന് ഹോർമോൺ സൊമാറ്റോട്രോപിൻ. വളർച്ചാ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി തന്നെയാണ്. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്.
നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി. ഇനി അടുത്തത് ശൈശവ ഗ്രന്ഥി. തൈമസ് ഗ്ലാൻഡ്. തൈമസ്. ഓക്കെ, വെരി ഗുഡ്. തൈമസ് ഗ്രന്ഥി, ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക്, ഇപ്പൊ പണ്ട് ഞാൻ നിർത്തിയതാണ് നമ്മുടെ പീനിയൽ ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി. ഗ്രോത്ത് ഹോർമോൺ ഇപ്പൊ പറഞ്ഞു, ഏതാ ഗ്രോത്ത് ഹോർമോൺ? ഓക്കെ, വെരി ഗുഡ്. സൊമാറ്റോട്രോപിൻ. ഗ്രോത്ത് ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. ഇനി എമർജൻസി ഹോർമോൺ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള്, അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനാലിൻ. ഓക്കെ, അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ. ഓക്കെ, വെരി ഗുഡ്. നോർ അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ. യുവത്വ ഹോർമോൺ തൈമോസിൻ. തൈമോസിൻ. ഓക്കെ, യുവത്വ ഹോർമോൺ തൈമോസിൻ. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ, നിങ്ങൾ പഠിക്കാനുള്ള ടെക്സ്റ്റില്, ഡിഗ്രി ലെവലിന്റെ ഒരു ടെക്സ്റ്റ് ആണ്. അതിലൊരു എന്താ പറയാ, ഒരു ബോക്സിലാക്കി തന്നെ ഇത്രയും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഓരോ 7 ഗ്ലാൻറ്റും കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം കഴിഞ്ഞു. ഇനി അടുത്തത് മിക്സഡ് ഗ്ലാൻസ് ആണ്. സമ്മിശ്ര ഗ്രന്ഥികൾ. മിക്സഡ് ഗ്ലാൻസ്. മിക്സഡ് ഗ്ലാൻസ്, സമ്മിശ്ര ഗ്രന്ഥികൾ. അപ്പൊ എന്തായിരിക്കും അത്? സമ്മിശ്രമാണ്. അപ്പൊ അത് അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസാവി ഗ്രന്ഥിയായിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് സമ്മിശ്ര ഗ്രന്ഥികള്. അത് ആഗ്നേയ ഗ്രന്ഥിയാണ്, പാൻക്രിയാസ് ആണ് മിക്സഡ് ഗ്ലാൻഡ് ിനകത്ത് വരുന്ന ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ്, PANCREAS, പാൻക്രിയാസ്. CREAS, പാൻക്രിയാസ്. ആഗ്നേയ ഗ്രന്ഥി അത് അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. എൻസൈമുകളും ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്. ഇത് നോട്ട് ചെയ്തോ. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി, സ്വീറ്റ് ബ്രെഡ്, SWEET, സ്വീറ്റ് ബ്രെഡ്, BREAD, സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ്. പാൻക്രിയാസ് ഗ്രന്ഥി ശ്രവിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ. 2 ഹോർമോൺ ഉണ്ട്, ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ, GLUCAGON, ഗ്ലൂക്കഗോൺ. രണ്ടാമത്തെയാണ് ഇൻസുലിൻ, INSULIN, ഇൻസുലിൻ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺ ഏതൊക്കെയാ? ഗ്ലൂക്കഗോണും ഇൻസുലിനും. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. എൻസൈമും ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ്, അത് മറക്കരുത്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ. ഈ പാൻക്രിയാസില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന ചെറിയ കോശ സമൂഹങ്ങളെയാണ് ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്നറിയപ്പെടുന്നത്. എൻഡോക്രൈൻ സെൽസ് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ പാൻക്രിയാസ്. പാൻക്രിയാസിലുടനീളം ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളെയാണ് ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്നറിയപ്പെടുന്നത്. ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ്. ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലെ ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോണും ഐലൻഡ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഇൻസുലിൻ.
ഇൻസുലിൻ. രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായിട്ട് നിലനിർത്തുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായിട്ട് ഗ്ലൂക്കോസ് ആ കറക്റ്റ് ലെവലില് സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഗ്ലൂക്കോസിന്റെ ഇനി നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ നേരെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിലും പേശിയിലും ഒക്കെ സംഭരിച്ചു വെക്കും. ഇതാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണെങ്കിൽ, നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണെങ്കിൽ വേഗം തന്നെ അവിടെ ആക്ട് ചെയ്യും ഇൻസുലിൻ വന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയിട്ട് കരളിലും പേശികളിലും സംഭരിച്ചു വെക്കുന്നു. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാല് നേരെ ഗ്ലൂക്കോഗോണാണ് അവിടെ വരുന്നത്. ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യും? ഈ കരളില് സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമ്മുടെ ബോഡിയിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കരളിലും പേശികളിലും ഒക്കെ സംഭരിച്ചു വെക്കും. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിലോ ഗ്ലൂക്കോഗോൺ കരളിൽ ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഈ ഗ്ലൂക്കോഗോണിന്റെയും ഇൻസുലിനിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തില് ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്താൻ സഹായിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ പ്രവർത്തനം, ഗ്ലൂക്കോഗോണും ഇൻസുലിനും, ഈ രണ്ട് ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നത്. ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. ഓക്കെ. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് കേട്ടോ. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. ഇനി നമുക്കിപ്പോ കേട്ടിട്ടുണ്ട് ഡയബറ്റീസ്, പ്രമേഹം അല്ലെ. ഇൻസുലിന്റെ ഉൽപാദനത്തില് കുറവോ പ്രവർത്തനത്തിലുള്ള എന്തെങ്കിലും ഒരു തകരാറോ മൂലം രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതിനാണ് അതിനാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. പ്രമേഹം ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കുറവ്, ഇൻസുലിൻ ഹോർമോൺ ഇൻസുലിന്റെ ഉൽപാദനം കുറവ്, അല്ലെങ്കിൽ ഇൻസുലിനിൽ എന്തെങ്കിലും പ്രവർത്തന തകരാറോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇൻസുലിൻ വന്ന് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. അപ്പൊ ഈ ഇൻസുലിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറോ ഇൻസുലിന്റെ ഉൽപാദനം കുറവ് കഴിഞ്ഞാൽ ഈ അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അധികമുള്ള ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതിനാണ് ആ ഒരു അവസ്ഥയ്ക്കാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇനി രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അമിതമായിട്ട് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായിട്ട് കൂടുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. നമ്മുടെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാ? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 70 to 110 അല്ലെ. 70 to 110 mg/100 ml ആണ് ഗ്ലൂക്കോസിന്റെ നോർമൽ ആയിട്ടുള്ള ഒരളവ്. നമ്മുടെ യൂറിനിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ലൈനിയാണ് ബെനഡിക്ട് ലൈനി. ബെനഡിക്ട് ടെസ്റ്റ് ആണ് നടത്തുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് നോക്കാനായിട്ട്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്നത് ബെനഡിക്ട് ലൈനിയാണ്. ഇനി ലോക പ്രമേഹ ദിനം എന്നാണ് അറിയോ? November 14. ഓക്കെ. ലോക പ്രമേഹ ദിനം, ഡയബറ്റീസ് ഡേ ആണ് November 14. അപ്പൊ അത്രയാണ് അതിനകത്ത് നമുക്ക് ആ പാൻക്രിയാസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻ പറഞ്ഞു, പിന്നെ അതുപോലെ മിക്സഡ് പ്ലാന്റ്, പാൻക്രിയാസ് പറഞ്ഞു. ഇത് കൂടാതെ മറ്റു ശരീരഭാഗങ്ങള് ചില ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് 1-2 ഉണ്ട്. അതും കൂടി ഇതിന്റെ ഒപ്പം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഒന്ന് നോട്ട് ചെയ്യണം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ.
ഭക്ഷണം നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നോർമലായിട്ട് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് ഗ്രലിൻ. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ. ഇനി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് ആൻജിയോടെൻസിനോജൻ. ANGIOTENSINOGEN. ആൻജിയോടെൻസിനോജൻ. കരള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ആൻജിയോടെൻസിനോജൻ. ഇനി അടുത്ത പക്വാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് സെക്രീറ്റിൻ. SECRETIN. കോളിസിറ്റോകൈനിൻ. CHO ഞാൻ സ്പെല്ലിംഗ് പറയാം. CHOLECYSTOKININ. കോളിസിറ്റോകൈനിൻ. അടുത്ത വൃക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് റെനിൻ. RENIN. റെനിൻ. എറിത്രോപോയിറ്റിൻ. ERYTHRO. എറിത്രോപോയിറ്റിൻ. POIETIN. എറിത്രോപോയിറ്റിൻ, റെനിൻ. ഇത് രണ്ടും വൃക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. ഗർഭാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് റിലാക്സിൻ. RELAXIN. റിലാക്സിൻ. ഗർഭാശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് റിലാക്സിൻ. RELAXIN. പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊജസ്റ്ററോൺ. PROGESTERON. പ്രൊജസ്റ്ററോൺ. ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏട്രിയൽ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്. ATRIAN. ഏട്രിയൽ നാട്രിയൂററ്റിക്. NATRIURETIC. പെപ്റ്റൈഡ്സ്. PEPTIDS. പെപ്റ്റൈഡ്സ്. ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്സ്. NATRIURETIC. പെപ്റ്റൈഡ്സ്. PEPTIDES. ഇത്രയാണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയയില് നിങ്ങളുടെ ടെക്സ്റ്റില് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലാസ്സുകൾ 7 എണ്ണം അത് നമ്മള് പെറ്റ്നൈം പോലെ നമ്മൾ എഴുതി വെച്ചതും അത് നിങ്ങൾ നോക്കണം. അതിപ്പോഴും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ബയോളജിക്കൽ ക്ലോക്ക്, ഗ്രോത്ത് ഹോർമോൺ, എമർജൻസി ഹോർമോൺ, സർജിക്കൽ ഹോർമോൺ, യുവത്വ ഹോർമോൺ, അതൊക്കെ ഏതൊക്കെയാണ്. പിന്നെ ഓരോ ഗ്ലാൻഡ് ആണെങ്കിൽ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്, നായിക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി, ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ്, അതൊക്കെ നോക്കണം. പിന്നെ ഓരോ ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നും അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ അത്രയും നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. എൻഡോക്രൈൻ സിസ്റ്റം, അതിന്റെ ഒപ്പം തന്നെ പാൻക്രിയാസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ പുതിയത് തുടങ്ങുന്നില്ല. 5 മിനിറ്റ് അല്ലേ ഇനിയിപ്പോ ക്ലാസ്സിന് സമയമുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ്. നമ്മൾ കുറച്ച് ഡെയിലി നമുക്ക് ക്ലാസ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ക്ലാസ്സിൽ മാക്സിമം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ അടുത്ത ക്ലാസ് എന്താന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എന്നാ ക്ലാസ് എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു.